ഷാലൂസ് മ്യൂസിക്കൽ റോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഷാലി സിജി. ഈ ഇൻട്രോ തന്നെ പറഞ്ഞു വന്നാലാണ് കേട്ടോ എനിക്ക് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് തന്നെ നമ്മൾ മാറ്റി പിടിച്ചാലും ഇത് തന്നെ പറഞ്ഞു വരാൻ തുടങ്ങുന്നത് ഇത് തന്നെയാണ്. നമുക്ക് ഒത്തിരി പ്ലാന്റ്സുകൾ വന്നിട്ടുണ്ട് കേട്ടോ. ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടും കലാത്തിയ വെറൈറ്റി, അഗ്ലോണിമ വെറൈറ്റി, പിന്നെ സക്കുലൻ വെറൈറ്റികൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താതെ കണ്ടോളൂ കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഹാങ്ങിങ് പ്ലാന്റിൽ നിന്ന് തുടങ്ങാം അല്ലേ. കോംബോ അത് തന്നെ കാണിച്ചു പോവാം കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ വരാറുള്ള പ്ലാന്റ് ആണ്, പക്ഷെ ഒത്തിരി പേർക്ക് ആവശ്യമുള്ള പ്ലാന്റ് തന്നെയാണ് നമ്മുടെ ഫൈക്കസ് വെറൈറ്റി. ഇത് ഈ ഫൈക്കസ് നമുക്ക് വലിയ, ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, വലിയ നമുക്ക് ഒരു കുടത്തിന്റെ മീതെയോ ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. അപ്പോൾ അങ്ങനെ അത് രീതിയിൽ ചെറിയ വെയിൽ കിട്ടുന്ന രീതിയിൽ, ഒത്തിരി വെയിൽ വേണ്ട കേട്ടോ, ആ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത രീതിയിലൊക്കെ അങ്ങനെ സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു നമുക്കൊരു മരത്തിന്റെ കുറ്റിയോ തെങ്ങിന്റെ കുറ്റിയോ അതിന്റെ മീതെയൊക്കെ വലിയ പോട്ടിൽ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത രീതിയിൽ അങ്ങനെയൊക്കെ വളർത്താം കേട്ടോ. നല്ലോണം വെട്ടിയൊക്കെ നിർത്താം. അതല്ലാതെ ഇത് വരും കേട്ടോ, നമുക്ക് മതലുമയൊക്കെ പറ്റി പിടിച്ച് വരും. ഇതിൻ്റെ ഓരോ സ്റ്റമ്മിൻ്റെ എവിടെയും ചെറിയ ഏരിയൽ റൂട്ടുകൾ ഇങ്ങനെ വരുവേ. അപ്പോൾ അതിങ്ങനെ പറ്റി പിടിച്ച് അങ്ങനെ വളർത്താട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ കണ്ടു. ഞാൻ പറ്റുമെങ്കിൽ അതിൻ്റെ ക്ലിപ്പിംഗ് ഇട്ടേക്കാട്ടോ, ചെറിയൊരു വീഡിയോ ആയിട്ട് ഇട്ടേക്കാം, മോൾ ഭാഗത്ത് ഇട്ടേക്കാമേ. അപ്പോൾ അതങ്ങനെ വളർത്താട്ടോ. ഇത് നല്ല രസമാണ്. ഞാനത് ആദ്യമായിട്ട് കാണുന്നതാണ്, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇങ്ങനെ വളർത്താം. ഹാങ് ചെയ്ത രീതിയിൽ മാത്രമല്ല, ഇങ്ങനെ പറ്റി പിടിച്ച് അങ്ങനെ മതലുമയൊക്കെ. നമ്മുടെ ഫൈക്കസ് വേറൊരു ചെടി നിങ്ങൾ കണ്ടിട്ടില്ല, ഇങ്ങനെ ചെറുതായിട്ട് പറ്റി പിടിച്ച് വരുന്നത്, ആ രീതിയിലും ഓക്കെ ആണ് കേട്ടോ. അത് ഫൈക്കസ് വെറൈറ്റി ആയതുകൊണ്ട്. അപ്പോൾ അതാ ഇത് ആദ്യത്തെ വെറൈറ്റി ഫൈക്കസ് റേഡിക്കൻസ് വേരിഗേറ്റഡ് കേട്ടോ. ഇതാ ഇത് അടുത്തത് നമ്മൾ ചെയ്യാറുള്ളത് പോലെ തന്നെ ഫൈക്കസ് പ്യൂമില വേരിഗേറ്റഡ് ആണ്. ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് നല്ല ഭംഗിയാണ്. ഹാങ്ങിങ് പ്ലാന്റുകളൊക്കെ ആയിട്ട് വളർത്താം. 350 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. 350 പ്ലസ് കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് കലാത്തി വെറൈറ്റി കണ്ടാലോ. കലാത്തി നല്ല ഇതിലുള്ള നല്ല ഷൂട്ടുകളുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകൾ വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കലാത്തിയ കൊറോണ എന്ന് പറഞ്ഞിട്ട് വരാം, അല്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ മിക്സ് ആണ് വരുന്നത്. കൊറോണയും റോസിയുടെയും മിക്സ് ആണ്. അപ്പോൾ ചില പ്ലാന്റുകളിൽ ഒരു റോസ് വെറൈറ്റി ഒരു കുറച്ചൊരു ടച്ച് അങ്ങനെ കയറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മിക്സ് ആയിട്ടാണ് വരുന്നത്. നമുക്ക് ഇന്ന കറക്റ്റ് കൊറോണ എന്ന് പറയുമ്പോൾ നമ്മൾക്കൊരു അതിൻ്റെ ഒരു പിങ്ക് കയറി വരില്ല. ഈ ഒരു പാറ്റേൺ ആയിട്ടിരിക്കും ഇലയിൽ, ഇങ്ങനെയായിട്ടിരിക്കും. പക്ഷേ റോസി വരുമ്പോഴത്തേക്കും ഒരു പിങ്ക് ടച്ചും കൂടെ കയറി വന്നിട്ടാണ് റോസിയുടെ ഇലകൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ചിലതിൽ അങ്ങനെയായിട്ട് വരുന്നുണ്ട് ചില പ്ലാന്റുകൾ കേട്ടോ. അപ്പോൾ അങ്ങനെ മിക്സ് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് ഇതാണ്. ഇങ്ങനെ. പിന്നെ രണ്ടാമത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടി സ്റ്റാർ ആണ്. നല്ല ഭംഗിയുള്ള അടിപൊളി പ്ലാന്റ് കേട്ടോ. ഈ പ്രാവശ്യം വന്നേക്കുന്ന കലാറ്റി വെറൈറ്റി ഒക്കെ നല്ല ഫുൾപോട്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകളാണ്. ഞാനങ്ങനെ എടുത്ത് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ഇതാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. നല്ല രസമാണ്. പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ അതിൻ്റെ ഒരു പിങ്കും കൂടെയൊക്കെ പച്ചയും ലൈറ്റ് പച്ചയും ഡാർക്ക് പച്ചയും ഒരു പിങ്കും ഒക്കെ കൂടെ ചേർന്ന് വരുന്നതാണ് കേട്ടോ. നല്ല രസം അതിൻ്റെ ഇലകൾ കാണാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റ് ഇപ്പോൾ. പിന്നെ നമ്മളുടെ ഇത് റാറ്റിൽ സ്നേക്ക് ഇങ്ങനെ ഫുൾ പോട്ട് കേട്ടോ. കണ്ടോ, നല്ല ഫുള്ളായിട്ട് ഇഷ്ടം പോലെ ഷൂട്ടുകളായിട്ടുള്ളതാണ്. ഇതൊന്നും ഒരു കെയറിങ് ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് കേട്ടോ ഈ റാറ്റിൽ സ്നേക്കൊക്കെ. പിന്നെ നമ്മളുടെ വിറ്റാച്ച ഇത് അതും ഫുൾ പോട്ടാണ് വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിൽ 4 എനിക്ക് എടുത്ത് പറയാൻ പറ്റും വലിയ കെയറിങ് ആവശ്യമില്ലാത്ത നമ്മുടെ റെഡ് വെറൈറ്റിയും അല്ലെങ്കിൽ റെഡ് വൈൻ അങ്ങനെ ഉള്ള വെറൈറ്റിയൊക്കെ ക്രിംസണൊക്കെ കുറച്ചും കൂടെ കെയറിങ് ആവശ്യമുണ്ട്. കുറച്ച് കരിച്ചിൽ കൂടുതലാണ്. ഇതിനെന്ന് പറയുമ്പോൾ അധികം കെയറിങ് ആവശ്യമില്ലാത്ത, അധികം കരിച്ചിലില്ലാത്ത പ്ലാന്റുകളാണ്. അപ്പോൾ 4 വെറൈറ്റികളാണ് ഈ കോംബോയിലുള്ളത്. 4നും കൂടെ 1200 ആണ് റേറ്റ് വരുന്നത്. 1200 പ്ലസ് കൊറിയർ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ മെസ്സേജ് ചെയ്തോളൂ. ഇനി നിങ്ങൾക്ക് സിംഗിളായിട്ട് എടുക്കാനോ താല്പര്യമെങ്കിൽ അത് കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സെലക്ട് ചെയ്തോളൂ കേട്ടോ. പിന്നെ അഗ്ലോണിമ വെറൈറ്റിയാണ് വരുന്നത്. അഗ്ലോണിമയുടെ 2 വെറൈറ്റികളാണ് ഈ കോംബോയിൽ വരുന്നത് കേട്ടോ. നമുക്കിതാ റെഡ് വെറൈറ്റി വന്നിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാം കേട്ടോ. ഇത് നമ്മളുടെ വൈറ്റ് ലെഗസിയാണ് വരുന്നത്. ലെക്കാച്ചി നമ്മൾ കാണിക്കാറുണ്ട്. വൈറ്റ് ലെക്കാച്ചി ഇതിന് മുമ്പൊക്കെ നമ്മൾ നേരത്തെയൊക്കെ കാണിക്കാറുണ്ട്. ഇത് ലെഗസിയാണ് വരുന്നത്. ഇത് ലെഗസി പ്ലാന്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെയാണ് ഒരു സ്ട്രൈപ്പ് ഒക്കെ ആയിട്ട് അങ്ങനെ ഇത് കേട്ടോ. കളറിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ ഈ വൈറ്റ് കയറിയും കുറഞ്ഞും അങ്ങനെയൊക്കെ, ഗ്രീൻ കയറിയും കുറഞ്ഞും അങ്ങനെയൊക്കെ ആയിട്ടോ. വൈറ്റ് ആണ് കൂടുതൽ കയറി വന്നേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് പ്ലാന്റ് വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആയിരിക്കും കേട്ടോ. ഇങ്ങനെ അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. ഇങ്ങനെ ഒരു റെഡും ഇതൊക്കെ ആയിട്ട് ചേർന്ന് വരുന്നത്.
പാറ്റേണിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചെറിയ ഡിഫറൻസുകൾ കളറിലൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെയാണല്ലോ അഗ്ലോണിമ പ്ലാന്റ്. ഇപ്പം ഞാൻ കാണിക്കുന്ന സെയിം തന്നെ അത്രയും കളറുകളും ചിലപ്പോൾ കളർ കുറഞ്ഞും കൂടി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അങ്ങനെയാണല്ലോ നമ്മുടെ അഗ്ലോണിമ വരുന്നത്. ദാ ഇങ്ങനെയാണ് ഈ 2 പ്ലാന്റുകളാണ് ചെറിയ പോട്ടിൽ ദാ ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ ദാ ഇങ്ങനെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ റേറ്റ് വരുന്നത് 790 ആണ് റേറ്റ് വരുന്നത്. 790 പ്ലസ് കൊറിയറാണ്. അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമുക്ക് പ്ലാന്റുകൾ കാണിച്ചു പോയിട്ട് ഹാങ്ങിങ് പ്ലാന്റ് കാണിക്കാമേ. എന്താ ഇത് കാണിക്കാട്ടെ. ഇതും കോംബോയ് ആയിട്ടാണോ വരുന്നത്? ദാ ഇത് കോംബോ കേട്ടോ. ദാ ഇങ്ങനെ ഇത് വരുന്നേ. ദാ ഇതിലും 2 പ്ലാന്റുകളാണ്, ഹാങ്ങിങ് പ്ലാന്റുകളാണ് വരുന്നത്. ദാ ഇങ്ങനെ വരും. സ്ട്രിങ് ഓഫ് ബനാന. ഇത് സക്കുലന്റ് വെറൈറ്റിയിൽ പെട്ടതാണ്. നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ്. ഇത് സക്കുലന്റ് ആയതുകൊണ്ട് തന്നെ ചെറുതായിട്ട് ഒടിയാനുള്ളൊരു സാധ്യതയുണ്ട്. ഇത്ര ഇങ്ങനെ ഹാങ്ങിങ് അല്ലേ വരുന്നത്. അപ്പോൾ ചെറുതായിട്ട് തുമ്പൊക്കെ ഒടിയാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ ഓൾറെഡി കുറച്ചൊക്കെ ഒടിഞ്ഞിട്ടുണ്ടാവും കേട്ടോ. ഇതൊരു പ്രശ്നമില്ല. ഇത് ഇത്രയും തിക്കായിട്ട് വരുന്ന, അപ്പോൾ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ചെറിയ ഇതല്ലേ, നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഒടിഞ്ഞു പോകുന്ന ടൈപ്പാണല്ലോ. അപ്പോൾ പാക്കറ്റിൽ കിടന്നാലും ഒരു പ്രശ്നമില്ല. നിങ്ങൾ മണ്ണിലേക്ക് അത് എടുത്ത് വെച്ചാൽ മതി കേട്ടോ. ചെറുതായിട്ട് മണ്ണിൻ്റെ മീതേക്ക് ചെറിയ രീതിയിലൊന്ന് മണ്ണ് ഒന്ന് തൂവി കൊടുത്താൽ മതി. അത് പിടിച്ചു വന്നോളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒടിഞ്ഞാലൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഇതാ കണ്ടോ ഇങ്ങനെ തുമ്പൊക്കെ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് സ്ട്രിങ് ഓഫ് ബനാന. രണ്ടാമത്തെ വരുന്നത് സ്ട്രിങ് ഓഫ് പേൾസ് ആണ്. നല്ല രസമുള്ള നല്ല മുത്ത് പേൾസ് എന്ന് പറയും, അല്ലെങ്കിൽ സ്ട്രിങ് ഓഫ് ബീഡ്സ് എന്ന് പറയും. ദാ ഇങ്ങനെയാണ് കേട്ടോ മുത്തുമണികളായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പ്ലാന്റുകൾ. നല്ല രസമാണ് കാണാനായിട്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പക്ഷേ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ ഇത് നേരത്തെ പറഞ്ഞ മാതിരി കുറച്ചൊക്കെ ഇങ്ങനെ പൊട്ടി പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മണ്ണിലേക്ക് വെച്ചാൽ മതി കേട്ടോ. നല്ല രസമാണ് കാണാനായിട്ടതാ ഇങ്ങനെ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് വരുന്നത് പ്ലാന്റുകളാട്ടോ. നമുക്ക് വരാറുണ്ട്, പക്ഷേ നമ്മൾ ഇതിലേക്ക് ഓൺലൈനിലേക്ക് അധികം എടുക്കാറില്ല എന്ന് മാത്രം. ഇതിപ്പോൾ വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റോക്ക് തീർന്നും പോവാറുണ്ട്. എനിക്ക് ഇത് ഹാൻഡിൽ ചെയ്യാൻ കുറച്ച് പേടിയായതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഓൺലൈനിലേക്ക് എടുക്കാത്തത്. അപ്പോൾ നിങ്ങളൊന്ന് ഞാൻ ട്രയലാണ് ഇത് വരുന്നത് കേട്ടോ നോക്കുന്നത്. അപ്പോൾ അതിന് ശേഷമൊക്കെ നമുക്ക് കൂടുതൽ കൊണ്ടുവരാം കേട്ടോ. ഇതാ ഇങ്ങനെ രസമാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഈ 2 പ്ലാന്റിനും കൂടെ വരുന്നത് 550 ആണ് റേറ്റ് വരുന്നത്. 550 പ്ലസ് കൊറിയറാണ് വരുന്നത്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗം മെസ്സേജ് ചെയ്തോളൂ. ഇപ്പോൾ കുറച്ച് മാത്രമേ സ്റ്റോക്ക് ഉള്ളൂ കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ. ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റുകൾ. ഒന്ന് മാറ്റി വെക്കട്ടെ കേട്ടോ. ഇത് മാറ്റി വെക്കാൻ ഇതിനൊക്കെ കുറച്ച് നമ്മൾ ഇതിനെ ബഹുമാനിക്കേണ്ട പ്ലാന്റാണ്. ഇതൊക്കെ ഇങ്ങനെ മുടി പോലെ ഇങ്ങനെയൊക്കെ മാറ്റി അങ്ങനെയൊക്കെ വെച്ചാലാണ് ഇതിൻ്റെ ഇതൊക്കെ പൊട്ടാതിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ചൊക്കെ പൊട്ടിയൊക്കെ പാക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. അത് പ്രതീക്ഷിക്കണേ. കുറച്ചൊക്കെ ഉണ്ടാവും. അങ്ങനെ തന്നെ മാറ്റി വെച്ചാൽ മതി കേട്ടോ. നിങ്ങൾ മണ്ണിലേക്ക് വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് ബാക്കി പ്ലാന്റ്സുകളൊക്കെ കാണിച്ചു പോകാം കേട്ടോ. അപ്പോൾ നമുക്ക് പഴയതും പുതിയതും ഒക്കെ ആയിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ കാണിച്ചു പോകാം. ഇത് നമ്മുടെ ഫുൾ പോട്ട് വരുന്ന എൻജോയ് പോത്തോസ് ഇതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ മെസ്സേജ് ചെയ്തോളൂ. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളർത്താവുന്നതാണ്. പിന്നെ ഇതാ നമ്മളുടെ നിയോൺ പോത്തോസ് സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ഇതൊക്കെ കൂടത്തിൽ ഒരുമിച്ചൊക്കെ വാങ്ങിക്കുന്നുള്ളവരൊക്കെ അങ്ങനെ വാങ്ങിച്ചോളൂ കേട്ടോ. പിന്നെ നമുക്ക് സാൻസവേരിയ വെറൈറ്റി 2 എണ്ണം സ്റ്റോക്കിലുണ്ട്. നമ്മുടെ സാൻസവേരിയ പുതിയ സ്റ്റോക്കിൽ വന്നേക്കുന്നത് സാൻസവേരിയ മിക്കാഡോ സിൽവർ കളറ്. ഇത് അതിൻ്റെ തന്നെ സാൻസവേരിയ മിക്കാഡോ ഗ്രീൻ കളർ. ഇങ്ങനെ ഫുൾ പോട്ട് വരുന്നത് നല്ല രസമുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വളർന്നോളും. നമുക്ക് ഇതൊക്കെ ഇത്രയും റേറ്റ് ഒക്കെ ഉള്ളൂല്ലോ. അപ്പോൾ നമുക്ക് ഇൻഡോറിലേക്കൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടൊക്കെ നമുക്ക് വളർത്താൻ പറ്റും. പിന്നെ ഉള്ളത് ഫൈക്കസ് വെറൈറ്റിയാണ്. ഫൈക്കസ് ക്രിങ്കിൾ എന്ന് പറഞ്ഞിട്ട് ഇത് നമുക്ക് പുതിയ സ്റ്റോക്കിൽ ഇപ്പോൾ 2 പ്രാവശ്യമായിട്ടുള്ള വരുന്നത്. ആദ്യത്തെ വന്നത് ഉണ്ടായിരുന്നു, കഴിഞ്ഞ് ഇതിപ്പോൾ പുതിയ സ്റ്റോക്ക്. ഇത് നമുക്ക് ഫൈക്കസ് പ്യുമില കാണിച്ചിരുന്നല്ലോ. ഫൈക്കസ് ഇത് വേരിഗേറ്റഡ് വെറൈറ്റി. ഇതിൻ്റെ തന്നെ ഫൈക്കസ് പ്യുമില ക്രിങ്കിൾ ആണ് ഇത് വരുന്നത്. ഇതിൻ്റെ തന്നെ ഇലകളൊക്കെ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇങ്ങനെ ഇലകളൊക്കെ ഇതിൻ്റെ ചുരുണ്ട് അങ്ങനെയായിട്ടാണ് വരുന്നത് കേട്ടോ. ഓരോരോ പരീക്ഷണങ്ങളും ഓരോരോ അങ്ങനെ പുതിയ പ്ലാന്റ്സുകളാണല്ലോ വരുന്നത്. അപ്പോൾ ഫൈക്കസ് വെറൈറ്റി തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഇനി നമുക്ക് ഫിലാഡോണ്ടോൺ വെറൈറ്റി, ഫിലാഡോണ്ടോൺ പെയിൻറ്റഡ് ലേഡി ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ കേട്ടോ സ്റ്റോക്കിലുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരായി കാറ്റലോഗ് നമുക്കുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇനി നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇത് ഇത്രയും പ്ലാന്റുകൾ കാണിക്കുമ്പോൾ എനിക്ക് റേറ്റ് ഇങ്ങനെ ഓർമ്മയിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കോംബോയുടെ റേറ്റ് തന്നെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക്
പറഞ്ഞു തരുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എല്ലാം ഓർമ്മയിൽ വരുന്നില്ല. അപ്പോൾ കാറ്റലോഗിൽ എല്ലാ റേറ്റും കൊടുത്തിട്ടുണ്ട്. ചിലവർ കമൻറ്റിൽ പറയാറുണ്ട് റേറ്റ് പറയുന്നില്ലല്ലോ എന്ന് കേട്ടോ. അപ്പോൾ അത് കാറ്റലോഗിൽ എല്ലാത്തിൻ്റെ റേറ്റും ഫോട്ടോ സഹിതം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കാറ്റലോഗ് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ലിങ്ക് കയറാൻ പറ്റുന്നില്ലെങ്കിൽ ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പിന്നെ അഗ്ലോണിമ വെറൈറ്റി നമ്മുടെ ജയ്പോങ് റെഡ് ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ. നല്ല മെച്ചുവേർഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് ഈ അഗ്ലോണിമ. ഇതിൻ്റെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്മിന് കട്ടി കുറവാണെങ്കിൽ അതുകൊണ്ട് തന്നെ ഞാൻ ഓൾറെഡി ഒരു താങ്ങ് കൊടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വരുമ്പോഴും അങ്ങനെ തന്നെ താങ്ങ് കൊടുക്കണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റെമ്മിന് കട്ടി കുറവായിരിക്കും, ഇല വയ്ക്കും തോറും കനം കൂടും. അപ്പോൾ അതുകൊണ്ട് ഒടിയാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അത് നോക്കിയെടുക്കുക കേട്ടോ. അതാ ഇങ്ങനെ ഒരു സൈസിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ വരുന്നത്. പിന്നെ നമ്മുടെ ഹവോത്തിയ വെറൈറ്റി, ഹവോത്തിയ അത് 2 വെറൈറ്റി നമുക്ക് സ്റ്റോക്കിലുണ്ട്. ഈ ഒരു വെറൈറ്റി ഹവോത്തിയ ഗ്രീൻ ആയിട്ട് വരുന്നത്, ഇത് ഹവോത്തിയ അതിൻ്റെ തന്നെ ട്വിസ്റ്റഡ് ആയിട്ട് വരുന്നത് കേട്ടോ. അതാ ഇങ്ങനെ രണ്ടും സ്റ്റോക്കിലുണ്ട്. ഇതിപ്പോൾ ഇലകൾ വ്യത്യാസം ചിലർ ചോദിക്കാറുണ്ട് എന്താ വ്യത്യാസം എന്ന്. ഞാൻ കഴിഞ്ഞ ആഴ്ചയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഇലകൾ കണ്ടോ നീളത്തിലാണ് വരുന്നത്. ഇതൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് അങ്ങനെയാണ് വരുന്നത് കേട്ടോ. കണ്ടോ ഒരു എന്താ പറയുക ഇങ്ങനെ സ്പൈറൽ ഷേപ്പിലാണ് ഇതിൻ്റെ ഇലകൾ വരുന്നത്. പിന്നെ ഫിലാഡോണ്ടോൺ വെറൈറ്റി തന്നെ. ഫിലാഡോണ്ടോണ്ട് പ്ലൂട്ടോ വേരിഗേറ്റഡ് ആണ് ഇത് വരുന്നത് കേട്ടോ. എന്താ ടൈഗർ ടീത്ത്, പ്ലൂട്ടോ രണ്ടും ഏകദേശം ഒരേ ഇത് തന്നെ വരുന്നത്. ചിലർ ടൈഗർ ടീത്ത് എന്ന് പറയും, ചിലത് പ്ലൂട്ടോ എന്ന് പറയും കേട്ടോ. ഈ ഫിലാഡോണ്ടോണിൻ്റെ പേരുകൾക്കൊക്കെ ചില ഡിഫറൻസുകളൊക്കെ നമ്മൾ നോക്കിയാലും നമുക്ക് കിട്ടത്തില്ല. നമ്മളിതൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലും ചില ഡിഫറൻസുകൾ ഉണ്ടാവും കേട്ടോ. ഇതിൻ്റെ ഇങ്ങനെ ഈ 2 ഇതിലായിട്ടാണ് വരുന്നത്. ഇത് കണ്ടോ ഇങ്ങനെ. പിന്നെ അതിൻ്റെ വേരിഗേഷൻ നല്ല തെളിഞ്ഞും വരുന്നുണ്ട് കേട്ടോ. അതായത് കണ്ടോ തെളിഞ്ഞും അങ്ങനെ ഇതായിട്ട് വരുന്നുണ്ട്. ചില ഇലകളിൽ കുറവും. ഇതിപ്പോൾ തെളിഞ്ഞ് വന്നോളൂ കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തെളിഞ്ഞ് വന്നോളും. ഇത് കണ്ടോ ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. ഞാൻ എന്തെങ്കിലും ഡിഫറൻസ് വരുന്നതാണ്, പ്രകടമായിട്ടുള്ള ഡിഫറൻസ് വരുന്നതാണ് 2 പ്ലാന്റുകൾ ഞാൻ എടുത്ത് വെക്കുന്നത് കേട്ടോ. ഇങ്ങനെയൊക്കെയാണ് പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ ഇതൊക്കെ സ്റ്റോക്ക് കുറവാണ്. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വേഗത്തിൽ തന്നെ മെസ്സേജ് ചെയ്തോളൂ കേട്ടോ. പിന്നെ നമ്മളുടെ ഹോമിലോമിന നമ്മൾ സാധാരണയൊക്കെ 2-3 വെറൈറ്റികൾ കാണിക്കാറുണ്ട്. ഇത് ഹോമിലോമിന ഗോൾഡ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് പ്ലാന്റുകൾ വരുന്നത് കേട്ടോ. ഒരു ഷൂട്ടും പിന്നെ ബേബികളും ഒക്കെ ആയിട്ടാണ് അങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ ഇത് പെട്ടെന്ന് വലുതായിക്കോളൂ കേട്ടോ. ഇതിപ്പോൾ നമ്മളൊന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ കുറച്ചൊന്ന് സൂക്ഷിക്കുക. ചിലപ്പോൾ ഒന്ന് ഇലകൾ മഞ്ഞയ്ക്കാൻ സാധ്യതയുണ്ട്. അതിനുശേഷം കടയെ ഒരിക്കലും നശിച്ചു പോവില്ല കേട്ടോ. അപ്പോൾ അത് നമുക്ക് പിന്നീട് തൈകളായിട്ട് ഇങ്ങനെ തിങ്ങി വന്നോളും. നമുക്ക് ഇൻഡോറിലേക്കൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റിയ പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ ഫിലാഡോണ്ടോൺ വെൻഡി എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റി നമുക്ക് ഇത് നമ്മൾ പണ്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണിത്. ഇങ്ങനെ ഇത് കേട്ടോ. ഇതൊരു സൈസ്. ഇത് ഇലകൾ നല്ല വലിപ്പം വയ്ക്കും കേട്ടോ. നല്ല വലിപ്പം വെച്ച് നല്ല രസമായിട്ട് വരും. ഇതിപ്പോൾ വെൻഡി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും പല പേരുകളാണ് കേട്ടോ അത് വരുന്നത്. നമുക്ക് വരുന്നത് വെൻഡി എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ. വെൻഡി എന്ന് പറഞ്ഞാലും ചിലപ്പോൾ കിട്ടാൻ വഴിയില്ല സെർച്ച് ചെയ്താലും. ഇതിൻ്റെ വേറൊരു പ്ലാന്റും കൂടെ ഞാൻ കാണിച്ചു പോവാമേ. ഇത് കേട്ടോ. ഇത് ഒരു സൈസിലുള്ള പ്ലാന്റ്. അടുത്ത സൈസിലുള്ളത് ഇതാണ്. ഇത് മണ്ണിലാണ് കേട്ടോ വന്നേക്കണേ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്. ഇത് കുറച്ചും കൂടെ വലുതായിട്ടുള്ള പ്ലാന്റ് ആണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിപ്പോൾ നമുക്ക് കട്ട് ചെയ്യാൻ പാകത്തിനായിട്ടില്ല. ഇത് കണ്ടോ കട്ട് ചെയ്യാൻ പാകത്തിനായിട്ടില്ല. ഇത് കുറച്ചും കൂടെ ഇത് സ്റ്റിക്കിൽ കയറുന്ന പ്ലാന്റുകളാണ്. ഇപ്പോൾ സ്റ്റിക്കിൽ കയറുന്ന അനുസരിച്ച് തന്നെ വലുതായി വരും ഇലകൾ. അപ്പോൾ ഇതിപ്പോൾ ഇത് കണ്ടോ ഇത്രയും വന്നിട്ടുണ്ട്. ഏരിയൽ റൂട്ടൊക്കെ നന്നായിട്ട് ഫോം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അടുത്ത തൈയാക്കി 2 തൈ വേഗം തന്നെ ആക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിലേക്ക് വരുമ്പോൾ തന്നെ കട്ട് ചെയ്ത് ഇതാക്കിയെടുക്കാം. പിന്നെ ഇത് മണ്ണിലാണ് വന്നേക്കുന്നത്. മണ്ണ് മാറ്റിയിട്ടായിരിക്കും വിടുക. അപ്പോൾ ഏരിയൽ റൂട്ടുകളൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കാണാൻ പാകത്തിനായിരിക്കും ഇവിടെ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അത്യാവശ്യം നമ്മൾ നല്ലോണം പാക്കിങ് അതിൻ്റെ രീതിയിലൊക്കെ അങ്ങനെ വച്ചിട്ടായിരിക്കും വരുന്നത്. പിന്നെ വരുന്നത് ഈ വശത്തുനിന്ന് കാണിച്ചു പോകാം. ഡ്രസീന വെറൈറ്റി. ഡ്രസീന ധാരാസിംഗ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്കിലുണ്ട്. പിന്നെ ആന്തൂറിയം റെഡ് വെറൈറ്റിയാണ് സ്റ്റോക്കിലുള്ള. ഒരു പോട്ടിൽ 2 പ്ലാന്റും ബേബി പ്ലാന്റുകളൊക്കെ ആയിട്ട് അങ്ങനെയുള്ള സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് സ്റ്റോക്കിൽ വന്നേക്കുന്നത് കേട്ടോ. പിന്നെ നമുക്ക് കാണിക്കാനുള്ളത് ബാക്കിയെല്ലാം കാണിച്ചു പോയില്ലേ. ഇത് നമ്മളുടെ ആന്തൂറിയം വെറൈറ്റി തന്നെ. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. ഇതിൻ്റെ റേറ്റൊക്കെ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇത് വിലയൊക്കെ ചോദിക്കണവർക്കൊക്കെ അറിയാൻ പറ്റും. ഇത് നമ്മൾ ഇപ്പോൾ സെയിലിന് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു പാർട്ടി നമുക്ക് കുറച്ച് പ്ലാന്റുകൾ തന്നു. അങ്ങനെയാണ് നമുക്ക് ഇത്ര റേറ്റ്. ഈ റേറ്റ് അല്ല പ്ലാന്റുകൾക്ക് വരുന്ന, നല്ല റേറ്റ് വരുന്ന പ്ലാന്റുകളാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഡോക് ബ്ലോക്ക് മിഖാലെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഇത് വരുന്നത്. സെർച്ച് ചെയ്യുമ്പോൾ അങ്ങനെയാണ് കേട്ടോ വരുന്നത്. നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കോളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സ്ട്രക്ചർ വരുന്നത് കേട്ടോ.
ഇത് ശരിക്കും വളർത്തുന്നവർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ റേറ്റ് ഒക്കെ. അപ്പോൾ നിങ്ങൾക്ക് കാറ്റലോഗിൽ ഇത് കൊടുത്തിട്ടുണ്ട്, കാറ്റലോഗിൽ നിന്ന് നിങ്ങൾ സെർച്ച് ചെയ്തോളൂ കേട്ടോ, സെലക്ട് ചെയ്തോളൂ കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ, ചെറിയ പ്ലാന്റുകളാണ് വരുന്നത്. ഇത് ഏറ്റവും ചെറിയ പ്ലാന്റാണ്, ഇതിനേക്കാളും വലുതാണ് ഇനി വരുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള പ്ലാന്റുകളൊക്കെ കാറ്റലോഗിൽ കൊടുത്തിട്ടുണ്ട്. കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഇങ്ങനെയുള്ള സൈസുകൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. സെലക്ട് ചെയ്തിട്ട് കാർട്ട് ആഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്തോളൂ. ബാക്കി ഉള്ളതൊക്കെ വാട്സാപ്പിൽ മെസ്സേജ് തരും. തരുമ്പോൾ തന്നെ അഡ്രസ്സും കൂടി ഇടാൻ ശ്രമിക്കണം കേട്ടോ. അഡ്രസ്സ് ഇല്ലാത്തൊരു ഇതുവരെയും പ്ലാന്റ്സുകൾ വാങ്ങിക്കാത്തൊരു അഡ്രസ്സും ഒന്ന് കൂടെ സെറ്റ് ചെയ്തോളൂ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. പ്രൊഫഷണൽ DTDC 2 കൊറിയർ വഴി നമ്മൾ പ്ലാന്റ്സിലേക്ക് പ്ലാന്റുകൾക്ക് ഒന്നും പോട്ടുകൾ ഇല്ലായിരിക്കും കേട്ടോ. അത് പ്രത്യേകം പറയുന്നത്. ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ പോട്ടുകൾ ഉണ്ടായിരിക്കില്ല. പോട്ടുകൾ മാറ്റിയിട്ടായിരിക്കും നമ്മൾ പാക്ക് ചെയ്യുക. നല്ല ഭംഗിയിൽ പാക്ക് ചെയ്ത് നിങ്ങളുടെ കയ്യിലേക്ക് എത്തും. ഈ ആഴ്ച തന്നെ ഇപ്പോൾ ഈ ഓർഡർ ചെയ്തത് എത്രയും പെട്ടെന്ന് തിങ്കൾ ചൊവ്വയൊക്കെ ആയിട്ട് നമ്മൾ പ്ലാന്റ്സുകൾ വിടുന്നതായിരിക്കും കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.